ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം. ശ്ലോകം 9. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമഥ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൽ പരമാത്മതത്വവിദ്യാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ദേവഹൂതിയോടൊത്ത് വളരെ സന്തോഷത്തോടുകൂടി 100 സംവത്സരം എല്ലാ സുഖങ്ങളും ജീവിച്ച സമയത്ത് 9 സുന്ദരിമാരായ പുത്രിമാരെ അവർക്ക് കിട്ടി. 9 പുത്രിമാരുണ്ടായി കഴിഞ്ഞപ്പോൾ കർദമൻ ഇനി വനത്തിലേക്ക് പോകാം, തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോകാം, ആഗ്രഹങ്ങളെല്ലാം തീർന്നു എന്ന് കരുതി പോകാൻ ഒരുങ്ങിയപ്പോഴും ദേവഹൂതി തടഞ്ഞു നിർത്തി. ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പുത്രനായിട്ട് ജനിക്കും, ആ പുത്രനും കൂടി ഉണ്ടാകട്ടെ, എന്നിട്ട് പോകാം. ദേവഹൂതിയുടെ ആഗ്രഹത്തിനു വേണ്ടി ആഗ്രഹത്തിൽ തന്നെ കർദമൻ വസിച്ചു. ഹേ ദേവ ഭഗവാനെ, അഥ പിന്നീട് നിജ ഭർതൃഗിര ഭർത്താവിന്റെ ഉപദേശമനുസരിച്ച് ഭവത് നിഷേവ നിന്തിരുവടിയുടെ നിഷേവ ഭജനത്തിൽ നിരതായാം മുഴുകിക്കഴിയുന്ന ദേവഹൂത്യാം ദേവഹൂതിയെ. കർദമൻ ഭഗവാനെ ശരിക്കും സദാസമയം എന്ന് പറഞ്ഞോണം പ്രാർത്ഥിക്കുവാനായിട്ട് ദേവഹൂതിക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഹൂതിയിൽ ജനാനാം ജനങ്ങളുടെ ഇടയിൽ പരമാത്മതത്വവിദ്യാം ഉത്തമമായ ഈ ലോകത്തില് ഉത്തമമായ ആത്മവിദ്യ പ്രഥയിഷ്യൻ പ്രസിദ്ധിയുണ്ടാക്കാൻ പ്രകാശിപ്പിക്കുന്നതിന് ആയിട്ട് ത്വം അവിടുന്ന് കപിലമുനിയായി അജായഥ അവതരിച്ചു. ഇവിടെ ദേവഹൂതി എന്ന് പറഞ്ഞാൽ തന്നെ ദേവനെ ആഹ്വാനം ചെയ്യുന്നവൾ, തനിക്ക് പുത്രനായി അവതരിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവൾ എന്ന് അർത്ഥമുണ്ട്. ഇവിടെ ദേവഹൂതിക്ക് കർദമൻ ഉപദേശം കൊടുത്തു, ഭഗവാനെ നന്നായിട്ട് ഭജിച്ചോളാൻ. അങ്ങനെ ഭഗവത് ഭജനത്തിൽ മുഴുകിയിരുന്ന ദേവഹൂതിയിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഈ ലോകത്തില് ഉത്തമമായ ആത്മവിദ്യ അതിൻ്റെ പ്രസിദ്ധി ഉണ്ടാക്കാൻ പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഭഗവാൻ കപിലാവതാരം എടുത്തു. കപിലൻ എന്ന പേരില് ഇവിടെ അവതരിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.